സീബു പപ്പ പോയോ? പപ്പനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? നമ്മൾ രണ്ടാളും സീബുവിൻ്റെ പപ്പ പോകുന്ന നോക്കി നിൽക്കാട്ടോ. അങ്ങനെ സമയം ഇതപ്പം എത്രയാണേ? 3 മണിയായില്ലേ? അതാ പപ്പ പോത്തു കീറട്ടോ, അപ്പ കേക്കൂല. സീബു പപ്പ പോയി, ബാ ഡോർ അടിച്ചാളൂ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഞാനിപ്പോൾ കുവൈത്തിൽ വന്നിട്ടിപ്പോൾ രണ്ടാമത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനൊരു ആനിവേഴ്സറീൻ്റെ ഒരു സമയത്ത് വന്ന ടൈമിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് 11ാമത്തെ നോമ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാതെ. മാത്രമല്ല ഇന്ന് സേബുവിന് നോമ്പുണ്ട്. സേബു 2ാമത്തെ നോമ്പാട്ടോ പിടിക്കുന്നത്. അവൾ 5ാമത്തെ നോമ്പിൻ്റെ നമുക്ക് നോമ്പുണ്ട്. ഇനിയിപ്പോൾ 2ാമത്തെ നോമ്പ് ആണ് ഓൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓളെ എങ്ങനെയാണ് ഇന്നത്തെ ഒരു നോമ്പ് നോക്കാം. പിന്നെന്താ, ഞാനിപ്പോൾ ഇതാ നമ്മുടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി പെസുട്ടനെ ഒന്ന് ഉറക്കി കൊടുക്കണം, ഫ്രഷ് ആക്കിയിട്ടൊന്ന് ഒന്ന് ഉറക്കണം. സേബുവിനെ ഒന്ന് പിടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഓൾ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് വിശക്കുന്നു പറഞ്ഞിട്ട് ഓൾ ഇങ്ങനെ പറഞ്ഞെടുക്കും. പിന്നെ ഇക്ക പണിക്ക് പോയി. ഇനിയിപ്പോൾ മൊബൈൽ വരുമ്പം രാത്രി 9:30 ആവട്ടെ. നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒക്കെ വരുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ 2 പിടിച്ച് ഉറക്കിയിട്ട് വേണം കിച്ചണിലേക്ക് പോയിട്ട് നമുക്ക് ഇന്ന് നോമ്പുറക്കുമ്പോൾ എന്താ ഉണ്ടാക്കേണ്ടത് നോക്കേണ്ടേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒപ്പരായിട്ട് ഉണ്ടാക്കലൊക്കെ ഫുഡൊക്കെ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. അങ്ങനെ ഞാൻ എന്താ എസുട്ടനെ ഫ്രഷ് ആക്കി അവനെ കുറച്ചു നേരം കളിപ്പിച്ച് അവനെ മെല്ലനെ ഉറക്കിട്ടോ. അവന് ഉറങ്ങി വരുമ്പോഴത്തേക്കും സേബു അപ്പുറത്ത് കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ 2 പേരും ഉറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ പണിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്ന് പിന്നെ എന്തൊക്കെയോ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തോ മിസൈൽ ഇടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ ഇന്ന് കേൾക്കുന്നുണ്ട്. സേബൊക്കെ ഭയങ്കര പേടിച്ചിരിക്കുക, എന്താ സംഭവം എന്ന്. ഇവിടെ എന്തൊക്കെയോ സരമൊഴിക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് ഇവിടുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒന്നും ഇല്ലാണ്ടൊക്കട്ടെ. കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു പേടിയല്ലേ. യെസ്, എന്തായാലും ആർക്കും ഒന്നും ഇല്ലാണ്ട് നിൽക്കട്ടെ. അപ്പം നല്ലൊരു റമദാൻ മാസമല്ലേ, എല്ലാവരും ദ്വാരിക്കണം. ഓക്കെ, അപ്പോൾ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെല്ലനെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് നോക്കിയുള്ള വ്യൂ ആണിത്. അങ്ങനെ ഇതാ ഇന്ന് പഴം പൊരിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ റെഡിയാക്കാട്ടെ. അപ്പോൾ ഞാൻ മൈദിട്ട് അരിപ്പൊടി ഇട്ട് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് എല്ലാം ഇട്ട് വെള്ളം ഒഴിച്ച് ഞാൻ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ അപ്പോഴത്തേക്കും സേബു എണീച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. നോമ്പ് മുറിക്കണം, വിശക്കുന്നുണ്ട്, കൊയ്ക്കാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതാ നമുക്കിന്ന് ബ്രെഡ് വാട്ടിയതുകൊണ്ട് അതിൻ്റെ മസാലയും കൂടിയും അതിൻ്റെ മുട്ട ബാറ്റർ റെഡിയാക്കി നമ്മൾ ബ്രെഡ് വാട്ടാൻ തുടങ്ങി. കാരണം നമ്മൾ എല്ലാ ദിവസവും നോമ്പ് തുറക്കുന്ന സമയത്ത് ടേബിൾ മേൽ എല്ലാം എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് വേഗം എല്ലാം ചെയ്യാണ്. ബ്രെഡ് വാട്ടുമ്പോഴത്തേക്കും മറ്റടുപ്പത്ത് നമ്മൾ പഴം പൊരിക്കാനും കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. മുസുവിനോട് പാൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മുസു പാൽ കൊണ്ടുവന്നില്ല. വല്ലാത്തൊരു മുസു തന്നെ. ഓളാണ് പഴം പൊരിക്കുന്നത്. എൻ്റെ ബ്രെഡ് അങ്ങനെ നമ്മളുടെ പഴം പൊരിച്ചു കഴിഞ്ഞ് ബ്രെഡൊക്കെ വാട്ടി കഴിഞ്ഞ് ഇനി ഞാൻ ജസ്റ്റ് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ വന്നിട്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുക്കുന്ന കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ സേബുവിൻ്റെ 2ാമത്തെ നോമ്പ് അവിടെ തുറക്കാട്ടോ. മാഷാ അല്ലാഹ്, അവൾ 2 നോമ്പൊക്കെ പിടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഫസ്റ്റ് ടൈമാണ്. പിന്നെ വലിയ സീനൊന്നും ഇല്ലാണ്ട് അങ്ങോട്ടേക്ക് പോയി കിട്ടി. അങ്ങനെ അവൾ നോമ്പൊക്കെ തുറന്ന്. പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അധികം അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കില്ല. അവൾ നല്ല പൊതുവെ ആർക്കും നല്ലോണം ഫുഡ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നോമ്പ് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ എസുട്ടൻ എണീച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവനെയും കളിപ്പിച്ച് നമ്മളങ്ങനെ അങ്ങോട്ട് തിന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇവിടുത്തെ ഇത്താൻ്റെ കുറച്ച് ബുസുവിൻ്റെ പണ്ടത്തെ ചെറുപ്പത്തെ ഫോട്ടോ, ഫിദൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടോ. അപ്പം ഗായ്സ് നമ്മൾ നോമ്പ് തുറന്നതിന് നല്ല രസമായിരുന്നു, കുഴപ്പമില്ല. സേബു ഇന്നത്തെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. വിശന്നിട്ട് ഇന്ന ഇടങ്ങാറൊക്കെ ഉമ്മ നോമ്പ് മുറിക്കട്ടെ പറഞ്ഞിട്ട്
അങ്ങനെ ഒരു വിധത്തിൽ എൻ്റെ സൈബു 2 നോമ്പ് തുറന്നു. മാഷാ അല്ലാ. അങ്ങനെ കുഴപ്പമൊന്നുമില്ലേനു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടി മീറ്റിംഗ് ഒക്കെ ചെയ്യും വരുന്നുണ്ടേനു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ മറ്റേ ബോംബിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, മിസൈൽ ഇടുന്നതും ആക്കുന്നതൊക്കെ. അപ്പം അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ പേടിച്ച് നിൽക്കാൻ 30 ഇവിടെ അടിയിൽ ഇടുമോ ഇതാക്കുമെന്ന് പറഞ്ഞിട്ട് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കല. അത് ഓരോ വീഡിയോ കണ്ടിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സൈബുവിൻ്റെ ഇന്നത്തെ നോമ്പ് അല്ലെന്നില്ല നല്ല രീതിയിൽ സൈബ് തുറന്നു. ഓക്കെ ഓക്കെ. ന്യൂട്ടല്ല ബണ്ണ്. സൈബുവിന് വിശക്കുന്ന പറഞ്ഞിട്ട് ന്യൂട്ടല്ല ബണ്ണ് എടുത്ത് കഴിക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ അവിടെ ഇരിക്കാം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നില്ല. നമുക്ക് ഇറച്ചിക്കറി, ഇന്നലത്തെ ചിക്കൻ കറി അങ്ങനെ തന്നെ ഉണ്ട്. പിക്ക വരുമ്പോൾ പൊറോട്ട എന്തെങ്കിലും കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. സൈബുവിന് ഞാൻ അതിൻ്റെ അടുക്കുന്ന വിശക്കുണ്ടെന്നിട്ട് പന്നൊക്കെ കൊടുത്തിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇക്കപ്പം കുറച്ച് കഴിഞ്ഞാൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒപ്പര ഫുഡ് കഴിക്കുക. എന്താണ് ഇസുവിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? പിന്നെ ഇത്താത്തി എന്നിനും ഭയങ്കര ചിരിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും കളിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കളിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ കിച്ചണിലേക്ക് ചെന്നിട്ട് നഗറ്റ്സ് പൊരിക്കാൻ നിന്ന്. നഗറ്റ്സ് പൊരിച്ചിട്ട് പൊറാട്ടയുടെ ഉള്ളിൽ കുറച്ച് ഉള്ളിയും ചീസൊക്കെ ഇട്ടിട്ട് ഓവൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടോ. അപ്പം പിന്നെ എങ്ങനെ ഉണ്ടാകുമെന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു എക്സ്പ്രഷൻ ഇട്ടത്. അങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് നമ്മളെല്ലാവരും ഊരി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നിട്ടോ. നല്ല ഉണ്ടായിരുന്നു. വെറുതെ ഇന്നിപ്പോൾ ഒരു ടൈം പാസ്. പിന്നെന്താ, ഒരു കേക്കും തന്നിരിക്കുമ്പോഴത്തേക്ക് ഒക്കെ വന്ന് പേടിച്ചുപോയി. നെട്ടിപ്പോയി. എന്ത് ഇല്ല പറയണ്ട, പോയി ആർക്കും പണിയില്ല. അവരൊക്കെ എന്താക്കി നേരെ കിട്ടുന്ന വരെ എത്ര ചെറിയ കുട്ടികളല്ല വെച്ചത്. വരുന്നത് ഡ്രോണുകളില്ലേ, ഡ്രോണുകളാ വരുന്നത്. ഡ്രോണുകളെ ഇവരെ പരിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് അലാറടിയും. അതെന്താക്കും ഇവർ ഏത് ഭാഗത്ത് നിന്ന് അത് പൊട്ടിക്കും. താഴത്ത് വീണാലാണ് അപകടം. അതിന് മുന്നേ എന്താക്കും ഇവര് എന്നെ പോലെ തന്നെ വല്ലതും കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ ബിൽഡിങ്ങിനും മുകളിൽ 1 2 ആൾക്കാർ കയറി നിൽക്കുന്നുണ്ടായിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനും പോയി ഇക്കാക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ എന്താ ഫുഡ് നമ്മളപ്പം തന്നെ കഴിക്കട്ടോ. ചിക്കൻ കറി ഉണ്ടായിരുന്നു, പൊറാട്ടയും ആയിരുന്നു നമ്മൾ ഇന്നത്തെ ഫുഡ്. അങ്ങനെ ആ ഫുഡും നല്ല റാഹത്തായിട്ട് നമ്മൾ കഴിച്ചു. ഇന്നത്തെ നോമ്പ് നല്ല അടിപൊളിയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വരും. അതുവരെ ബൈ ബൈ.